അങ്ങനെ നമ്മൾ സീസൺ ഫിനാലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി 2 വർഷത്തെ കാത്തിരിപ്പാണ്. 2026 മൂന്നാമത്തെ സീസൺ വരുന്നുള്ളൂ. ഇഷ്ടം പോലെ സമയമുണ്ട്. ഈ സീസൺ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു അത് കമന്റ് ചെയ്യൂ. എന്റെ അഭിപ്രായം ഞാൻ ലാസ്റ്റ് സ്പോയിലർ സെക്ഷനിൽ പറയാം. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ ഒരു എപ്പിസോഡിൽ. ഒട്ടും സമയം കളയുന്നില്ല, വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ട്രയാർക്കിന്റെ ആ ഒരു സ്ഥലത്താണ്. ടൈറോഷ് എന്നാണ് ഇതിന്റെ പേര്. ഈ ട്രയാർക്കി എന്ന് പറയുന്നത് ഈ പൈറേറ്റ്സ് പോലത്തെ ആൾക്കാരാണ്. റൂൾസും ലോസും ഒന്നും അവർക്ക് ബാധകമല്ല. ബുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഓട്ടോ ആണ് ശരിക്കും ഇവരോട് സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ ഇവിടെ ടൈലൻഡ് ലാനിസ്റ്റർ ആണ് പോകുന്നത്. സ്മോൾ കൗൺസിലിൽ നമ്മുടെ മാസ്റ്റർ ഓഫ് കോയിൻ ഉണ്ടല്ലോ, മൂപ്പരാണ് പോകുന്നത്. അപ്പൊ ഇവരോട് വന്ന് യുദ്ധം ചെയ്യാൻ ഈ ട്രയാർക്കിക്ക് ചെറിയ ഡിമാൻഡ്സ് ഒന്നും അല്ല. അവർ പറയുന്നത് സ്റ്റെപ്പ് സ്റ്റോൺസ് ഞങ്ങൾക്ക് വേണം. ഫസ്റ്റ് സീസണിലെ സ്റ്റെപ്പ് സ്റ്റോൺസിൽ വെച്ചിട്ട് യുദ്ധമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് ലോർഡ് കോളിസ് ഇവരെ തോൽപ്പിച്ചതാണ്. അപ്പൊ ഇവർക്ക് അത് മടക്കി വേണം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇവരുടെ ആർമിയുടെ ഒരു ലീഡറിനെ നമ്മളിവിടെ വെച്ച് കാണുന്നുണ്ട്. ഷരാക്കോ ലോഹാർ എന്നാണ് ഈ ഒരാളുടെ പേര്. വേറൊരു വ്യത്യാസം, ബുക്കിൽ ഇതൊരു ആണാണ്. ഇവിടെ അവർ ജെൻഡർ മാറ്റിയിട്ടുണ്ട്. ഒരു സ്ത്രീയാണ് വരുന്നത് ഷരാക്കോ ലോഹർ ആയിട്ട്. അപ്പൊ ഈ ലോഹർ എന്ന് പറയുന്നത് അവിടുത്തെ ആർമി ജനറൽ ആണ്. അപ്പൊ ലോഹർ വന്നിട്ട് പറയും, എന്നൊരു ഫൈറ്റിൽ നീ തോൽപ്പിച്ചാലേ നിന്റെ കൂടെ ഞാൻ യുദ്ധത്തിന് വരുള്ളൂ എന്നൊക്കെ പറയും. ടൈലൻഡ് ആണെങ്കിൽ ഒരു പാവമാണ്, ഫൈറ്റ് ചെയ്ത് പരിചയമൊന്നുമില്ല, മാസ്റ്റർ ഓഫ് കോയിൻ ആണ്. എന്നാലും ഒരു വഴിയില്ല, ഇവരെടുത്ത് ഫൈറ്റ് ചെയ്താൽ പറ്റുള്ളൂ. ഒരു മഡ് റെസ്ലിംഗ് ഒക്കെ ഇവർ നടത്തും. ഈ ചളിയിലൊക്കെ കിടന്ന് ഫൈറ്റ് ഒക്കെ ചെയ്യും രണ്ടുപേരും. അങ്ങനെ ടൈലൻഡിന്റെ അടുത്ത് ഒരു റെസ്പെക്ട് ഒക്കെ ലോഹറിന് വരും. അങ്ങനെ അവസാനം ലോഹർ സമ്മതിക്കാണ്, ദ ഗ്രീൻസിന്റെ ഫൈറ്റിന് ഞങ്ങൾ വരാം. ഇവിടെയാണ് ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ട്രയാർക്കിന്റെ ഷിപ്പുകളും ലോർഡ് കോളിസിന്റെ ഷിപ്പുകളുമായിട്ടാണ് ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് നടക്കുന്നത്. അതിന്റെ ഒരു ഫസ്റ്റ് സംഭവമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഇതേ സമയത്ത് നമ്മുടെ എയ്മണ്ട് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാസ്റ്റ് കാണുമ്പോൾ ആകെ ചമ്മി പോയതാണ്. വലിയ കാര്യത്തിൽ വേഗാറിനെ എടുത്തിട്ട് റെനീറിന്റെ അടുത്തേക്ക് വന്നതാണ്. അവിടെ നോക്കുമ്പോൾ ഒരു ലോർഡ് ഡ്രാഗൺ. ആ ദേഷ്യത്തിൽ വേഗാർ വന്നിട്ട് ഷാർപ്പ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാവപ്പെട്ട കുറെ പേര് ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന അവിടെ വന്നിട്ട് അവരെയൊക്കെ കത്തിച്ചു വിടും. ആകെ മൈൻഡ് ഔട്ടാണ് എയ്മണ്ട്. റൂൾസും കാര്യങ്ങളും ഒന്നും നോക്കുന്നില്ല, തോന്നിയ പോലെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ന്യൂസ് എല്ലാവരും അറിയും. ഇതൊന്നും ആർക്കും അത്ര ഇഷ്ടപ്പെടില്ല. ലാരിസ് ഏഗോണിനെ കാണാൻ വരും. ഏഗോൺ ഇപ്പൊ കുറച്ച് ജീവനൊക്കെ വെച്ചിട്ടുണ്ട്, എണീച്ചിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ ലാരിസ് വന്നിട്ട് ഒരു കാര്യം പറയും, റെനീറിന്റെ കയ്യിൽ ഇപ്പൊ ഒരുപാട് ഡ്രാഗൺസ് ഉണ്ട്, നമ്മുടെ കയ്യിൽ വേഗാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എയ്മണ്ട് നിന്നെ കൊല്ലും. ഒന്നെങ്കിൽ എയ്മണ്ട് നിന്നെ കൊല്ലും, അല്ലെങ്കിൽ റെനീർ വന്നിട്ട് നിന്നെ കൊല്ലും. അപ്പൊ മരണം എന്തായാലും ഉറപ്പാണ്. നീ ഇവിടെ ഇനി നിൽക്കണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, ബ്രാവോസിലേക്ക് പോവാ. ഈ ഹാരൻ ഹോളിൽ നിന്ന് എനിക്ക് ഈ എന്റെ ഫാമിലി ആയിട്ട് കുറെ ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. ആ സ്വർണ്ണമൊക്കെ ഞാൻ ബ്രാവോസിലുള്ള അയൺ ബാങ്ക്സിലാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് ഒരുപാട് സ്വത്തുണ്ട് അവിടെ, നമുക്ക് രണ്ടുപേർക്കും കൂടെ അങ്ങോട്ട് പോവാ, രക്ഷപ്പെടാന്ന് പറയും. രാജാവിന്റെ അടുത്താണ് ഇത് പറയുന്ന ആലോചിക്കണം. ഏഗോൺ ആദ്യം ഒന്നും സമ്മതിക്കില്ല. ഞാനല്ലേ രാജാവ്, ഞാൻ എന്തിനാണ് എന്റെ രാജ്യം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നത്, ഇവനെയൊക്കെ പേടിച്ചിട്ട് എന്ന് ചോദിക്കും. പക്ഷെ ലാരിസിന്റെ റീസണിങ്ങിൽ ഏഗോൺ അത് സമ്മതിക്കാണ് അവസാനം. ഇതേ സമയത്ത് കിങ്സ് ലാൻഡിങ്ങിൽ വേറൊരു സംഭവം നടക്കുന്നത്, എയ്മണ്ട് ഇപ്പൊ വന്നിട്ട് ഒരുപാട് പുതിയ നിയമങ്ങൾ വരുത്തുന്നുണ്ട്. ഈ ബാസ്റ്റേഴ്സ് ഒക്കെ ബോട്ട് കയറി പോയല്ലോ, അപ്പൊ ഇനി ഒരു ബോട്ടും ചെക്ക് ചെയ്യാതെ ഇങ്ങോട്ട് വിടണ്ട എന്ന് പറയും. നമുക്കറിയാം ഓൾറെഡി ഒരു ബ്ലോക്കേഡ് ഉണ്ട്, അതായത് ഭക്ഷണ സാധനങ്ങൾ ഒന്നും കിങ്സ് ലാൻഡിങ്ങിലേക്ക് എത്തുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ഫിഷിംഗ് ആണ്. ഈ സാധാരണക്കാർ മീൻ പിടിക്കാൻ പോയിട്ടാണ്, അതാണ് അവർ ഭക്ഷിക്കുന്നത്. ഇപ്പൊ അതും നിർത്താൻ വേണ്ടിയിട്ട് എയ്മണ്ട് പറയും. മൊത്തത്തിൽ നാട്ടുകാരുടെ അവസ്ഥ കുറച്ച് കഷ്ടമാണ്. നമ്മുടെ മനസ്സിൽ ഇതൊന്ന് ഓർമ്മ വേണം, നാട്ടുകാരുടെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. ഏത് നിമിഷവും ഇവര് വയലന്റ് മോഡിലേക്ക് പോവാം എന്നുള്ള കാര്യം. എയ്മണ്ടിന് ഇപ്പൊ വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡ്രാഗൺസ് ഇല്ലല്ലോ, ഒരു ഡ്രാഗനല്ലേ ഉള്ളൂ, ആകെ വേഗാറേ ഉള്ളൂ. ഇവരുടെ കൂടെ തന്നെ ഒരു ഡ്രാഗനും ഡ്രാഗൺ റൈഡറും ഉണ്ട്. നമ്മുടെ ഹെലീനയാണ് അത്. ഡ്രീം ഫയർ എന്നാണ് ഹെലീനയുടെ ഡ്രാഗന്റെ പേര്. എയ്മണ്ട് വന്നിട്ട് പറയും, നമുക്ക് യുദ്ധത്തിന് പോകണം, നീയും വരണം, നീയും നിന്റെ ഡ്രാഗനിൽ കയറിയിട്ട് വരണം എന്ന് പറയും. അപ്പൊ ഹെലീന അത് സമ്മതിക്കില്ല. ഹെലീന പറയും, ഞാനൊന്നും ഇല്ല യുദ്ധത്തിന്, നിങ്ങൾ എന്താ വെച്ച ചെയ്തോന്ന് പറയും. അപ്പൊ എയ്മണ്ട് ദേഷ്യപ്പെട്ട് ഹെലീനയെ പിടിച്ച് വലിച്ചിട്ടൊക്കെ കൊണ്ടുപോകാൻ നോക്കും. ആലിസന്റ് അത് ബ്ലോക്ക് ചെയ്യും. ആലിസന്റ് ചീത്തയൊക്കെ പറയും എയ്മണ്ടിനെ, നിന്റെ തോന്നിവാസം ഒന്നും ഇവിടെ നടക്കില്ല എന്നൊക്കെ പറയും. അങ്ങനെ ഹെലീനനെ ആലിസന്റ് രക്ഷപ്പെടുത്തുകയാണ്. അപ്പൊ ഇത് കണ്ടപ്പോ ആലിസന്റിന് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ നിന്നിട്ട് ഇനി കാര്യമില്ല, അടുത്ത എന്തെങ്കിലും പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആരും അറിയാതെ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഒരു പ്ലാൻ ഇടും. ഗ്രാൻഡ് മേസ്റ്ററിന്റെ അടുത്താണ് ആ കാര്യം പറയുക. അതെങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പൊ ആ ദിവസം രാത്രി എയ്മണ്ട് നൈസായിട്ട് ഹെലീനന്റെ അടുത്ത് വരും. അമ്മ ഉള്ളത് കൊണ്ടാണ് സമ്മതിക്കാതിരുന്നതെന്ന് എയ്മണ്ടിന് അറിയാം. അപ്പൊ ആരും അറിയാതെ നൈസായിട്ട് ഹെലീനനെ എങ്ങനെയെങ്കിലും
എങ്ങനെയെങ്കിലും ഒന്ന് യുദ്ധത്തിന് വരാൻ വേണ്ടി പറയാനാണ് എയ്മണ്ട് ഈ ഒരു സമയത്ത് വരുന്നത്. ഒരുപാടൊക്കെ പറഞ്ഞു നോക്കും, പക്ഷെ ഒന്നും നടക്കില്ല. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏഗോണെ കൊല്ലാൻ നോക്കിയത് എയ്മണ്ട് ആണെന്നുള്ള കാര്യം ഹെലീനയ്ക്ക് അറിയാം. ഹെലീന ഇങ്ങനെ കുറെ ഡ്രീം സ്റ്റേറ്റിൽ ഇങ്ങനെ നടക്കുന്ന ആളാണ്. ഒരുപാട് കാര്യങ്ങൾ ഹെലീനയ്ക്ക് അറിയാം. അതേപോലെ ഫ്യൂച്ചറും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏഗോണ് കൊല്ലാൻ നോക്കിയ കാര്യം ഒരാൾക്കും അറിയില്ല, ഏഗോണിന് വരെ അറിയില്ല. എന്നാൽ ഹെലീനയ്ക്ക് അറിയാം. ആ കാര്യം പറയുമ്പോൾ എയ്മണ്ട് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് എയ്മണ്ടിന്റെ അടുത്ത് ഒരു ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യും. ഇത് ആക്ച്വലി വലിയൊരു സ്പോയിലർ ആണ്. ഇത് ഈ ഹെലീന എന്നെ ഇങ്ങനെ പറഞ്ഞപ്പോ നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല, ഇവരെന്നെ ഇതിങ്ങനെ സ്പോയിൽ ചെയ്യേണ്ടായിരുന്നു. ഹെലീന പറയാണ് ഏഗോൺ തന്നെ ആയിരിക്കും രാജാവ്, നിനക്കൊരിക്കലും രാജാവാൻ പറ്റില്ല, ഗോഡ്സ് ഐ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വെച്ച് നീ മരിക്കും എന്ന് പറയും. അപ്പൊ ഇത് കേട്ട് എയ്മണ്ട് ഞെട്ടുന്നുണ്ട്. ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് എയ്മണ്ടിന് തോന്നും. ഈ ബുക്കിലുണ്ടല്ലോ ഈ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യുന്ന കഴിവൊന്നും ഹെലീനയ്ക്ക് ഇല്ല. ബുക്കിൽ ഹെലീന ഒരു ചെറിയൊരു റോളാണ്. ആ ഒരു മകൻ മരിച്ചതിന് ശേഷം ഹെലീന റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്നൊക്കെയാണ് ബുക്കിൽ. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫ്യൂച്ചറൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഹാരൻ ഹോളിലേക്കാണ്, ഡെയ്മണ്ട് അടുത്തേക്കാണ്. ഡെയ്മണ്ട് ഇപ്പോൾ വലിയൊരു ആർമി ഉണ്ട്. അവരുടെയൊക്കെ മെയിൻ ആളാണ് ഡെയ്മൺ. അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ അന്വേഷിച്ച് ഫുൾ ബിസിയാണ് മൂപ്പര്. അവിടേക്കാണ് ആര് വരുന്നത്? ആൽഫ്രഡ് വരുന്നത്. സർ ആൽഫ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളിനെ റെനീറ ഡെയ്മണെ പോയി നോക്കിയിട്ട് വാന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മൾ വിചാരിച്ചു റെനീറിന്റെ അടുത്ത് സ്നേഹം കൊണ്ടാണ് ഈ ആൽഫ്രഡ് ഇവിടെ വന്നിരിക്കുന്നത്, ഇത്ര ദൂരം ഇവിടെയൊക്കെ ഒരു ന്യൂസ് പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് എന്ന് വിചാരിക്കും. പക്ഷെ അവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. ഈ ആൽഫ്രഡ് നൈസില് ഡെയ്മന്റെ അടുത്ത് പറയും റെനീറൊക്കെ തന്നെ റൈറ്റ്ഫുൾ ഹെയർ ഒക്കെ, പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം ഒരു രാജാവിനെയാണ്. റെനീറിനെ കൊണ്ട് കൂട്ടിയാവൊന്നും കൂടില്ല. ഇത് ഞങ്ങൾക്കിപ്പോ ശരിക്കും വേണ്ടത് നിന്നെയാണ്. നീ മടങ്ങി വന്നു കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ രാജാവാക്കാം, നിനക്കുള്ള സപ്പോർട്ട് ഞങ്ങൾ നൽകാന്നൊക്കെ പറയും. അപ്പൊ ആക്ച്വലി അത് ബിട്രയലാണ്, റെനീറിനെ ചതിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കോൺവെർസേഷൻ ഡെയ്മൺ അപ്പൊ കാര്യമായിട്ടൊന്നും പറയൊന്നുമില്ല. ഡെയ്മണ്ട് ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചെറിയൊരു സ്വപ്നം ഉണ്ട്, പക്ഷെ ഇവിടെ വെച്ചിട്ട് ഇയാളുടെ മുന്നിൽ ഒന്നും പറയില്ല. പക്ഷെ ഈ കോൺവെർസേഷൻ ഒക്കെ ആര് കേൾക്കുന്നു വെച്ച് കഴിഞ്ഞാൽ സൈമൺ സ്ട്രോങ് ഉണ്ടല്ലോ, ഇപ്പൊ ഹാരൻ ഹോളിലുള്ള മെയിൻ ആള്, അയാൾ ഇത് കേൾക്കും. എന്നിട്ട് റെനീറയ്ക്ക് ഒരു മെസ്സേജ് അയക്കും ഇയാള്, ഇവിടെ കാര്യങ്ങളൊന്നും അത്ര ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ സമയത്ത് റെനീറ എവിടെയാന്ന് നോക്കാം, നമ്മുടെ ഡ്രാഗൺ സ്റ്റോണിലേക്ക് പോവാം. അവിടെ വേറൊരു ചെറിയൊരു പൊളിറ്റിക്സ് നടക്കുന്നത്. ഈ ജസീറസ് ഉണ്ടല്ലോ, ജസീറസിന് പുതിയ ഡ്രാഗൺ റൈഡേഴ്സിനൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളത് പറഞ്ഞതാണ്. ശരിക്കും നോക്കുകയാണെങ്കിൽ ഇവരും ബാസ്റ്റേർഡ്സ് ആണ്, ജെയ്സും ജസീറസും ബാസ്റ്റേർഡ് ആണ്. അപ്പൊ റെനീറ കഴിഞ്ഞ അടുത്ത റൈറ്റ്ഫുൾ ഹെയർ ജസീറസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാരും കൂടി പ്രശ്നം ഉണ്ടാക്കില്ലേ എന്നൊരു തോന്നല് ജസീറസിന്റെ മനസ്സിലുണ്ട്. അതേപോലെ ഈ ഉൾഫ് ഫൈറ്റ് ഉണ്ടല്ലോ, ഉൾഫ് ഫൈറ്റിന് അത്ര മാനേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഉൾഫ് ഫൈറ്റ് കള്ളൊക്കെ കുടിച്ച് ഫുള്ള് ചില്ല് ചെയ്ത് നടക്കുന്ന മനുഷ്യനാണ്. ഹ്യൂ ഹാമർ അങ്ങനെയല്ല. ഹ്യൂ ഹാമറിന് എല്ലാവരോടും നല്ല റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെ എങ്ങനെ നിൽക്കണം എന്നൊക്കെ ഹ്യൂ ഹാമറിന് അറിയാം. ഉൾഫ് ഫൈറ്റ് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ജെയ്സും ഉൾഫ് ഫൈറ്റും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അടിയൊക്കെ കൂടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ദേഷ്യം പിടിച്ചിരിക്കുന്ന ജെയ്സിന്റെ അടുത്ത് ബെയിലെ വന്ന് സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ബെയിലേക്ക് ഇതന്നെയാണ് പണി, ഇവർക്കൊക്കെ മോട്ടിവേഷൻ കൊടുക്കുക. ആദ്യം കോർലിസിന് കുറെ മോട്ടിവേഷൻ കൊടുത്തു, ഇപ്പൊ വന്നിട്ട് ജെയ്സിനും കൊടുക്കുകയാണ്. നീ മാത്രമൊന്നുമല്ല ഇങ്ങനെ, ഈ ലോകത്തുള്ള എല്ലാവരും ഇങ്ങനെ തന്നെയൊക്കെയാണ്. ഈ പവർ എന്ന് പറയുന്നത് ചുമ്മാ കാര്യം കൊണ്ട് തരുമൊന്നുമില്ല, നമ്മളത് നേടിയെടുക്കണം, നിന്റെ വെർത്ത് നീ പ്രൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേഷൻ കൊടുക്കും. അപ്പൊ ആ ദിവസം രാത്രി ഒരു ഡിന്നർ പ്ലാൻ ചെയ്യുന്നുണ്ട് റെനീറ. ആ കിരീടമൊക്കെ വെച്ചിട്ടാണ് ആ ടേബിളിൽ ഇരിക്കുന്നത്. അവിടെ എല്ലാ ഡ്രാഗൺ റൈഡേഴ്സും ഉണ്ട്, പുതിയതും പഴയതും എല്ലാവരും ഉണ്ട്. ജസീറസും ബെയ്ലിയും ഉൾഫ് വൈറ്റും ഹ്യൂ ഹാമറും ആഡം ഓഫ് ഹള്ളും എല്ലാവരും ഉണ്ട്. ഇവിടെയും ഉൾഫ് വൈറ്റ് കുറെ അലമ്പത്തരമൊക്കെ കാണിക്കും. അതിപ്പോ പൈസയും ഫുഡൊന്നും ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം പൈസക്കാരനായി കഴിഞ്ഞാൽ അയാൾക്ക് എല്ലാത്തിനോടും ഒരു ആർത്തി ഉണ്ടാവുമല്ലോ. അതാണ് ബേസിക്കലി ഇവിടെ കാണിക്കുന്നത്. റെനീറ ഒരു പ്ലാൻ പറയുകയാണ്, ഒരുപാട് സമയം കൊടുത്തിട്ട് കാര്യമില്ല, എന്ത് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചെയ്യണം. ഈ യുദ്ധം വെറുതെ നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ മരിച്ചുകൊണ്ടേയിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, 2 ദിവസത്തിന്റെ ഉള്ളിൽ അങ്ങോട്ട് പോയി ഫുൾ ഡ്രാഗണിനെ എടുത്ത് അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യുക, അതോടെ യുദ്ധം അവസാനിക്കും. അപ്പൊ അതിനു വേണ്ടി റെഡി ആയിക്കോളൂ, നമ്മൾ യുദ്ധത്തിന് പോവാണ് എന്നുള്ളൊരു കാര്യം പറയും. അപ്പൊ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഇത്രയും ഡ്രാഗൺ എടുത്തിട്ട് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ മരിക്കും. പക്ഷെ ഒരു യുദ്ധം പറയുമ്പോൾ അങ്ങനത്തെ ആൾക്കാർ മരിച്ചേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ഉൾഫ് ഫൈറ്റിന് മാത്രം ഈ ഒരു കാര്യത്തിൽ വലിയ കുഴപ്പമില്ല, ബാക്കി എല്ലാവർക്കും ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ മരിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കുഴപ്പമുണ്ട്. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് അവരുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇത് വേണോന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യണം, പിന്നീട് നമുക്ക് ആവശ്യം വരും. അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാരൻ ഹോളിന് മെസ്സേജ് വരികയാണ് നമ്മുടെ സൈമൺ സ്ട്രോങ്ങിന്റെ. ഹാരൻ ഹോളിൽ കാര്യങ്ങളൊന്നും അത്ര ശരിയല്ല, പന്തിയല്ല എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജിലുള്ളത്. അത് കേട്ടപ്പോൾ തന്നെ റെനീർ എന്ത് ചെയ്യും, ആഡമിനെയും വിളിച്ചിട്ട് ഹാരൻ ഹോളിലേക്ക് പോവാണ്. അപ്പൊ ഇനിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീൻ നമ്മൾ കാണുന്നത്.
ഹാരൻ ഹാളിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഡെയ്മൺ കിടന്ന് ഉറങ്ങാണ്. ഞെട്ടി എണീക്കുമ്പോൾ ആലിസ് റിവേഴ്സ് അടുത്ത് തന്നെ ഉണ്ട്. ആലിസ് റിവേഴ്സ് എനിക്കൊരു കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഡെയ്മനെ കൊണ്ടുപോവാണ്. എങ്ങോട്ടാ കൊണ്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ വേർവുഡ് മരങ്ങളുണ്ടല്ലോ, ആ ഒരു ചോപ്പ് ഇലയുള്ള മരങ്ങൾ. ഗെയിം ഓഫ് ത്രോൺസിൽ നമ്മളിത് കണ്ടിട്ടുണ്ട്. ഈ മരങ്ങൾക്കൊക്കെ പ്രത്യേക കഴിവുകളുണ്ട്. ഗെയിം ഓഫ് ത്രോൺസിൽ മുഴുവൻ തന്നെ ഒരു ദൈവത്തിനെ പോലെയാണ് അവർ ഈ മരങ്ങളെ നോക്കി കാണുന്നത്. അപ്പൊ ഡെയ്മനെ കൊണ്ട് കൈ ഇങ്ങനെ മരത്തിൽ വെക്കാൻ പറയും. അപ്പൊ ഇത്ര കാലം ഡെയ്മൺ കണ്ട വിഷൻസ് ഒക്കെ വേറെ ആയിരുന്നു. അത് പേഴ്സണൽ കോൺഫ്ലിക്റ്റുകളായിരുന്നു, അത് സ്വന്തം ഉള്ളിലെ പല കാര്യങ്ങളായിരുന്നു ഇത്രയും കാലം വിഷനിൽ കണ്ടത്. പക്ഷെ ഇവിടെ വെച്ചിട്ട് ഡെയ്മൺ ഒരു വിഷൻ അങ്ങോട്ട് കാണുകയാണ്. ഗെയിം ഓഫ് ത്രോൺസ് റീക്യാപ്പ് ചെയ്ത പോലെ ഉണ്ട് ഇത് മൊത്തത്തില്. ആദ്യം കാണുന്നത് ബ്രെൻഡൻ റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ടല്ലോ, 3 ഐഡ് റേവ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ടല്ലോ, അവിടുന്ന് പിന്നീട് യുദ്ധങ്ങൾ കാണുന്നു, വൈറ്റ് വാക്കേഴ്സിനെ കാണുന്നു, ഡ്രാഗണൊക്കെ മരിച്ചു കിടക്കുന്നത് കാണുന്നു, 3 ഡ്രാഗൺ മുട്ടകള് ഈ തീയിൽ ഇങ്ങനെ വെക്കുന്നത് കാണുന്നു. അതിനുശേഷം നമ്മുടെ ഡെനീറസ് ഉണ്ടല്ലോ, ഡെനീറസിനെ കാണുന്നുണ്ട്. ആ മറ്റേ സീനാണ് ഡ്രാഗൺ മുട്ടകൾ വിരിയുന്ന ആ ഒരു സീനിലാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് കാണുന്നത് റെനീറ അയൺ ത്രോണിൽ ഇരിക്കുന്ന ആ ഒരു സീനാണ്. റെനീറയാണ് അയൺ ത്രോണിൽ ഇരിക്കേണ്ടത് എന്നുള്ളൊരു വിഷൻ കിട്ടുകയാണ് ഡെയ്മണ്. സർപ്രൈസിംഗ് ആയിട്ട് ആരിനെ കൂടെ കാണുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനമായിട്ട് ഹെലീനെ കൂടെ കാണുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഹെലീന ഓൾറെഡി ഒരു ഡ്രീം സ്റ്റേറ്റിലാണ്. ഈ ഡെയ്മണ് കാണുന്ന പോലത്തെ ഒരു വിഷൻസ് ഹെലീന ഡെയിലി കാണുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഒരാളുടെ വിഷനുള്ളിൽ വേറൊരു വിഷനിലുള്ള ആള് വരികയാണ്. ഹെലീന വന്നിട്ട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയും. ഹെലീന ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഈ സ്റ്റോറിയിലെ ഒരു ചെറിയൊരു ഭാഗം, ഒരു സ്മോൾ പാർട്ടാണ് നിന്റേത്, നീ നിന്റെ പാർട്ട് ചെയ്യുക, ബാക്കിയെല്ലാം വഴിക്ക് നടന്നോളും എന്നുള്ള ഒരു കാര്യം പറയും. അത് കേട്ടതോടെ ഡെയ്മണ് എല്ലാം മനസ്സിലാവും. വിഷനും അതോടെ അവസാനിക്കുകയാണ്. എന്താണ് ഡെയ്മണ് മനസ്സിലായെന്ന് അടുത്ത ദിവസം ആകുമ്പോൾ നമുക്ക് പിടികിട്ടും. റെനീറ ഡ്രാഗൺ സ്റ്റോൺ എന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹാരൻ ഹാളിലേക്കാണ് വരുന്നത്. അടുത്ത ദിവസം അവിടേക്ക് എത്തുന്നു. ഡെയ്മനെ കാണുന്നു. ഡെയ്മൺ വന്നിട്ട് പറയും, നിന്നെ വിട്ടു പോകാനൊക്കെ ഞാൻ ആഗ്രഹിച്ചു, എനിക്കത് പറ്റുന്നു തോന്നുന്നില്ല. നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല കാര്യങ്ങൾ. ഒരുപാട് സംഭവങ്ങൾ, ഇനിയും ഒരുപാട് യുദ്ധം എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ്. എന്തൊക്കെയോ വരാനുണ്ട്. വിന്റർ ഈസ് കമ്മിങ് എന്ന് പറഞ്ഞിട്ട് നീ ബെൻഡ് ചെയ്ത് റെനീറിന്റെ മുന്നിൽ നിൽക്കുകയാണ്. റെനീറ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവിടെ വരുന്നത്. ഡെയ്മൺ എന്തൊക്കെയോ തോന്നിവാസം കാണിക്കുന്നു, അത് ചീത്ത പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഒരു ട്വിസ്റ്റായി. ഡെയ്മൺ എന്നിട്ട് ആ പട്ടാളക്കാരുടെ അടുത്തൊക്കെ വന്നിട്ട് ഫുൾ പവർ ആവുന്നുണ്ട്. നമ്മൾ ഒരാൾ മരിച്ച് അവരുടെ 100 പേര് മരിക്കും എന്നൊക്കെ പറഞ്ഞ് ഫുൾ ഓൺ ആണ് ഡെയ്മൺ. പഴയ ആ ഒരു ഡെയ്മൺ മടങ്ങി വന്നിരിക്കുന്നു. എല്ലാ പട്ടാളക്കാരും മുട്ടുകുത്തിയിരുന്ന് റെനീർക്ക് അവർ റെസ്പെക്ട് കൊടുക്കുകയാണ്. ഇത് ഒരു ശരിയായ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ റെനീർക്ക് ഇനി പട്ടാളക്കാരില്ല എന്നുള്ളൊരു പേടി വേണ്ട. ഡെയ്മൺ പോയ കാര്യം എന്തൊക്കെയോ ചെയ്തിട്ട് അവസാനം ശരിയാവുകയാണ്. ഇവിടെ കുടുങ്ങിയത് സർ ആൽഫ്രഡ് ആണ്. അയാളാണ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയത്. അയാൾ അവസാനം കുടുങ്ങി. ഇവരൊന്നിക്കൊന്നും വിചാരിച്ചില്ല. ആ വിഷൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇതുകൊണ്ടാണ് ഒരു വിഷനാണ് ഡെയ്മനെ മൊത്തം മാറ്റിമറിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു സമാധാനം കിട്ടാൻ വേണ്ടി എവിടേക്ക് പോകുന്നു വെച്ച് കഴിഞ്ഞാൽ ലോർഡ് കോളിസിന്റെ അടുത്തേക്ക് പോകുന്നു. ലോർഡ് കോളിസ് ആണെങ്കിൽ സീ സ്നേക്ക് എന്നുള്ള ആ ഒരു ഷിപ്പിന്റെ പേരൊക്കെ മാറ്റിയിട്ട് ദ ക്യൂൻ ഹൂ നെവർ വാസ് എന്നുള്ള റെയിനിസിന്റെ പേരൊക്കെ ഇട്ടിട്ട് യുദ്ധത്തിന് ഇറങ്ങാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ആലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ബാസ്റ്റേഡ് ആയിട്ടുള്ള മകനുണ്ടല്ലോ, അവനും ഉണ്ട് ഇയാളുടെ കൂടെ. ആലിന് ശരിക്കും ദേഷ്യമാണ്. ഇത്ര കാലം നിങ്ങൾ എന്നെ നോക്കാനൊന്നും വന്നിട്ടില്ലല്ലോ, ഇനിയിപ്പോ നിങ്ങളുടെ മകന്റെ സ്ഥാനമൊന്നും എനിക്ക് വേണ്ട, എന്നെ ഇനി മകൻ എന്നൊന്നും വിളിക്കണ്ട, ഇപ്പൊ എങ്ങനെയാണോ അതേപോലെ ഇരുന്നാ മതി എന്നൊക്കെ ആലിൻ പറയും. അപ്പൊ യുദ്ധത്തിന് വേണ്ടി ലോർഡ് കോളിസ് ഇറങ്ങി. ലോർഡ് കോളിസിന്റെ നേവി യുദ്ധത്തിന് ഇറങ്ങുകയാണ് ഒഫീഷ്യലി. അപ്പൊ ഇനി നമ്മൾ അവസാനത്തെ ഒരു ഇമ്പോർട്ടന്റ് സീനിന് വേണ്ടിയിട്ട് ഡ്രാഗൺ സ്റ്റോണിലേക്ക് തന്നെ മടങ്ങി പോവാം. റെനീർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഒരാൾ വന്ന് വിളിക്കും, ഒരു അത്യാവശ്യ കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് താഴെ പോയി നോക്കുമ്പോൾ അവിടെ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലിസന്റ് ആണ്. റെനീർ നൈസായിട്ട് ആരും അറിയാണ്ട് കിങ്സ് ലാൻഡിംഗ് വരെ പോയി വന്നതാണ്. ഇപ്പോൾ ആലിസന്റ് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ആലിസന്റ് വന്ന് പറയുന്നത്, ഇത്ര കാലം ഞാൻ വിചാരിച്ചതൊക്കെ തെറ്റായിരുന്നു, എനിക്കിപ്പോൾ ഒന്നും വേണ്ട, എൻ്റെ ഹെലീനെയും എൻ്റെ മക്കളിനെയും കൂടെ എടുത്തിട്ട് എങ്ങോട്ടെങ്കിലും പോയാൽ മതി. കിങ്സ് ലാൻഡിങ്ങിലേക്ക് നീ അറ്റാക്ക് ചെയ്യാൻ വന്നോ, കിങ്സ് ലാൻഡിങ് ഞാൻ ഓപ്പൺ ആക്കി തരാം. അവിടെ ഇപ്പൊ ഡ്രാഗണും ഒന്നുമില്ല, ആകെ വേഗർ മാത്രമേ ഉള്ളൂ. അപ്പൊ നീ നിന്റെ ആർമി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ സറണ്ടർ ചെയ്യാം എന്നുള്ളൊരു കാര്യം പറയും. ഇത് ആക്ച്വലി ബിട്രയലാണ്. മകനെ ബിട്രേ ചെയ്യുകയാണ്. അതേപോലെ ഗ്രീൻസിനെ മൊത്തം ബിട്രേ ചെയ്യുകയാണ് ആലിസന്റിന് ഒരുപാട് മനംമാറ്റം വന്നിട്ടുണ്ട്. ലാസ്റ്റ് എപ്പിസോഡിൽ കുറെ നടന്നു പോയി, വെള്ളത്തിൽ കിടന്നു പോയി. ആ ഒരു പഴയ ഒരു വിലയൊന്നും ആരും നൽകുന്നൊന്നുമില്ല. പിന്നെ വേറെ വഴിയൊന്നുമില്ല. ശത്രുവിന്റെ അടുത്ത് പോയിട്ട് സറണ്ടർ ചെയ്യുകയാണ്. സറണ്ടർ ചെയ്യാന്ന് പറയാണ്. അപ്പൊ റെനീറ പറയും, ഞാൻ അന്ന് വന്ന് ചോദിച്ചതല്ലേ, അന്ന് നീ അതിന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത്രത്തോളം എസ്കലേറ്റ് ആവില്ല ഈ യുദ്ധം. ഇപ്പൊ ഒരുപാട് വൈകിയിരിക്കുന്നു. ഇനി നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി ഒരു ചോയ്സ് നമ്മുടെ മുന്നിലില്ല. ടു ലേറ്റ് എന്ന് പറയും. കാരണം ഇപ്പൊ മുഴുവൻ അഡ്വാൻറ്റേജും റെനീറിന്റെ കയ്യിലാണ്. ഇഷ്ടംപോലെ ഡ്രാഗൺസ് ഉണ്ട്, വലിയൊരു പട്ടാളം ഉണ്ട്.
എങ്ങനെ പോയാലും ഗ്രീൻസിനെ ഈസി ആയിട്ട് തോൽപ്പിക്കാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ യുദ്ധം നിർത്താനൊന്നും ഇപ്പൊ പറ്റില്ല എന്ന് പറയും. അപ്പൊ ഈ ഒരു സീന് കഴിഞ്ഞിട്ട് ഇനി പടയൊരുക്കമാണ്. ഓരോ ആൾക്കാരും എവിടേക്ക് എത്തി എന്നാണ് കാണിക്കുന്നത്. ഏഗോണും ലാരിസും കൂടെ ബ്രാവോസിക്ക് പോകുന്നത് കാണിക്കുന്നുണ്ട്. കിങ്സ് ലാൻഡിങ് വിട്ടിട്ട് ഏഗോൺ പോവാണ്. ശരിക്കുള്ള രാജാവ് പോയി. റെയിൻ ഉണ്ടല്ലോ, റെയിൻ ഇങ്ങനെ നടന്ന് അവസാനം ഷീപ്പ് സ്റ്റീലറിന്റെ അടുത്ത് എത്തുന്നുണ്ട്. നമ്മൾ കുറെ എപ്പിസോഡുകളായിട്ട് പറയുന്നുണ്ട് നെറ്റിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയുടേതായിരുന്നു ഷീപ്പ് സ്റ്റീലർ എന്നുള്ള ഡ്രാഗൺ ബുക്കിലൊക്കെ. ഒരു വൈൽഡ് ഡ്രാഗൺ ആണ്. നെറ്റിൽസ് എന്നുള്ള ക്യാരക്ടർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് റെയിനയ്ക്ക് ആ ഒരു ഭാഗം കൊടുത്തതാണ്. നെറ്റിൽസിന്റെ മുഴുവൻ ഭാഗങ്ങളും കൊടുക്കാൻ പറ്റില്ല. നെറ്റിൽസും ഡെയ്മണൊക്കെ ഒരു റിലേഷൻഷിപ്പിൽ ആവുന്നതൊക്കെയാണ് സ്റ്റോറി. അങ്ങനെ ഇപ്പൊ എന്തായാലും പറ്റില്ലല്ലോ, അച്ഛനും മകളും അല്ലേ ഇത്. അപ്പൊ റെയിനന്റെ ആർക്ക് പുതിയത് ഒരു സീരീസിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഒരുപാട് മാറ്റങ്ങൾ എന്തായാലും ബുക്കിൽ നിന്ന് ഉണ്ടാവും. അതേപോലെ നമ്മുടെ ഹൈറ്റ് ടവറിന്റെ ആർമി മാർച്ച് ചെയ്ത് വരുന്നുണ്ട്. ഡെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇളയ മകനുണ്ടല്ലോ, ആ പയ്യൻ ടെസാരിയോ എന്ന് പറഞ്ഞിട്ടുള്ള അവന്റെ ഡ്രാഗണിൽ മുകളിൽ കൂടെ പറക്കുന്നത് നമുക്ക് കാണാം. അതേപോലെ ബ്ലാക്സിന്റെ വലിയൊരു ആർമി വീണ്ടും വരുന്നത് സ്റ്റാർക്സ് ആണ്. നമ്മുടെ നോർത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവര് ആ ട്വിൻസ് എന്നുള്ള ആ ഒരു ടവർ കടന്നിട്ട് ആ പാലത്തിൽ കൂടെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ലാനിസ്റ്റേഴ്സിന്റെ മാർച്ച് നമുക്ക് കാണാൻ പറ്റും. ലാനിസ്റ്ററിന്റെ കയ്യിലും വലിയൊരു ആർമി ഉണ്ട്. ലാനിസ്റ്റേഴ്സ് രണ്ടുപേര് ഇരട്ടകളാണ്, ജെയ്സൺ ലാനിസ്റ്ററും ടൈലൻഡ് ലാനിസ്റ്ററും. ജെയ്സൺ ആണ് യുദ്ധത്തിന് ആർമിനെയും കൊണ്ടുവരുന്നത്. ടൈലൻഡ് ലോഹറിന്റെ ആ ഒരു ട്രയാർക്കിന്റെ ആർമിനെയും കൊണ്ട് നേവി ആർമിനെയും കൊണ്ട് കപ്പലിലാണ് വരുന്നത്. ഓട്ടോനെയും ചെറിയൊരു സീനിൽ കാണുന്നുണ്ട്. ഒരു ജയിലിൽ പോലെയാണ് ഓട്ടോ ഇപ്പോൾ ഉള്ളത്. ഓട്ടോന്റെ ക്യാരക്ടർ ആർക്കും ഇവര് നല്ലോണം വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഓട്ടോന്റെ ഭാവി ഇനി അടുത്ത സീസണിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഫുൾ പടയൊരുക്കമാണ്. മൂന്നാമത്തെ സീസൺ യുദ്ധം മാത്രമായിരിക്കും. അത്രയും യുദ്ധങ്ങൾ ഇനി വരാനുണ്ട്. അത്യാവശ്യം നല്ല CGI വർക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ 2 കൊല്ലം എന്നുള്ള സമയം എടുത്തതും. എങ്ങനെ ഉണ്ടായിരുന്നു ഈ എപ്പിസോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 60 മിനിറ്റിന്റെ ട്രെയിലർ കണ്ട പോലെ ഉണ്ട്. എല്ലാവരും പ്രതീക്ഷിച്ചത് വലിയൊരു യുദ്ധമാണ്. അവസാനം യുദ്ധമൊന്നും വന്നില്ല. ഇത് പണ്ട് മെഫിസ്റ്റോ ഇപ്പൊ വരും എന്ന് പറഞ്ഞ പോലെ ആയിട്ടുണ്ട് അവസാനം. ഇനി നമ്മുടെ സ്പോയിലർ സെക്ഷനിലേക്ക് കടക്കാം. സ്പോയിലർ അലേർട്ട് ഉണ്ട്. മൂന്നാമത്തെ സീസണിൽ എന്തൊക്കെയാ നടക്കാൻ സാധ്യത എന്ന് സെപ്പറേറ്റ് ഒരു വലിയൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ, നമുക്കത് എന്തായാലും ചെയ്യാം. ഇപ്പൊ നമുക്ക് തൽക്കാലം എന്താണ് ഫസ്റ്റ് എപ്പിസോഡിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ സീസണിലെ ഫസ്റ്റ് എപ്പിസോഡിൽ മിക്കവാറും നമ്മൾ ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഭവം കണ്ടിരിക്കും. ഈ ട്രയാർക്കിന്റെ ആർമി പോകുന്നുണ്ടല്ലോ, ഇതേ സമയത്ത് റെനീറിന്റെ 2 കുട്ടികൾ പെൻറ്റോസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഗേ അബാൻഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷിപ്പിലാണ് അവർ പോകുന്നത്. ആ ഗേ അബാൻഡൻ ഈ ട്രയാർക്കിന്റെ വലിയ ആർമിന്റെ മുന്നിൽ അറിയാതെ വന്ന് പെടുകയാണ്. അവരിവിടെ വന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് ഇതിനുള്ളിൽ റെനീറിന്റെ കുട്ടികൾ ഉണ്ടല്ലോ എന്ന് അവർക്ക് മനസ്സിലാവുന്നത്. കഷ്ടകാലം പിടിച്ചൊരു സംഭവമാണത്. ഒരു കുട്ടി ഡ്രാഗൻ കയറി രക്ഷപ്പെടും, രണ്ടാമത്തെ കുട്ടി ഇവരുടെ കയ്യിൽ പെടും. അത് കഴിഞ്ഞിട്ടാണ് ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് സംഭവിക്കുന്നത്. എല്ലാ ഡ്രാഗൺസും കൂടെ വരും, പുതിയതും പഴയതും എല്ലാ ഡ്രാഗൺസും കൂടെ വന്നിട്ട് വെള്ളത്തിൽ നേവിക്കാരുടെ യുദ്ധം, മോളിൽ ഡ്രാഗൺസിന്റെ യുദ്ധം. അങ്ങനെ ഒരു വൻ സംഭവമാണ് ബാറ്റിൽ ഓഫ് ഗള്ളറ്റ്. ഇതിലാണ് ജെയ്സ് മരിക്കുന്നത്. മര്യാദയ്ക്കുള്ള ഒരു മകനായിരുന്നു ജെയ്സ്. റെനീർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് ജെയ്സ് മരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റോമിംഗ് ഓഫ് ദ കിങ്സ് ലാൻഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതായത് റെനീറിന്റെ പട്ടാളക്കാരും ഡ്രാഗനൊക്കെ എടുത്തിട്ട് കിങ്സ് ലാൻഡിങ്ങിൽ കയറി ആക്രമിക്കുകയാണ്. ഒരുപാട് ആക്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, അവിടെ ആരും ഉണ്ടാവില്ല റെനീറെ പോകുമ്പോൾ. അപ്പൊ നേരെ കയറി അയൺ ത്രോണിൽ കയറിയിരിക്കും. പിന്നീട് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരുണ്ടല്ലോ, ഈ ആൾക്കാർ റിവോൾട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് മിക്കവാറും ഈ മൂന്നാമത്തെ സീസണിൽ നമുക്ക് അതെന്തായാലും കാണാൻ പറ്റും. കാരണം ആൾക്കാർക്ക് ഭക്ഷണമില്ല, പൈസ ഇല്ല, ഒന്നുമില്ല. രാജാവിനും ബാക്കിയുള്ളവർക്കും യുദ്ധം ഈ ഒരു വർത്താനവും ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. നാട്ടുകാരെ ആരൊന്നും നോക്കാൻ സമയമില്ല. അപ്പൊ ഈ ഡ്രാഗൺസ് ഒക്കെ ഡീമൺസ് ആണ്, ഈവിൾ ആണ് ഡ്രാഗൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർ റിവോൾട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അത് പിന്നീട് വലിയൊരു ഡിസാസ്റ്ററിലേക്കാണ് അത് പിന്നീട് ചെല്ലുന്നത്. അപ്പൊ എന്താണ് ഡിസാസ്റ്റർ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഈ ഒരു സീസൺ ഫിനാലെ അവസാനിക്കുകയാണ്, സെക്കൻഡ് സീസൺ അവസാനിക്കുകയാണ്. ഈ സീസൺ മുഴുവൻ കണ്ട എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറയാനുണ്ട്. ഇനി ഇതേപോലെ നല്ലൊരു വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ബൈ.